ഹലോ കൂട്ടുകാരെ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസിൻ്റെ പാർട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഒരു 4 കാര്യങ്ങൾ കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്, പാർട്ട് 4 തന്നെ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല, വിലയിരുത്താൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ മെഡിറ്റേഷനെ നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല, വിലയിരുത്താൻ പാടില്ല. ഓക്കെ, മെഡിറ്റേഷൻ നല്ലതാണ് ചീത്തയാണ് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. സിംപ്ലി നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളെന്താണോ നമ്മളായിക്കൊണ്ട് നമ്മൾ ധ്യാനത്തിൽ നമ്മൾ പറ്റാവുന്ന അത്രയും ടൈം നമ്മൾ ഇരിക്കുക എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. സോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡോണ്ട് ട്രൈ ടു ബിക്കം സമൺ. അതായത് നമ്മളിപ്പോൾ ഒരു ബുദ്ധ സന്യാസി അല്ലെങ്കിൽ ആരെങ്കിലും സ്പിരിച്വലി അവേക്കനായിട്ടുള്ള ഒരു ഗുരു നമുക്ക് റോൾ മോഡൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ ഒരു പവർ കണ്ടിട്ടാണല്ലോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ അവരെപ്പോലെ ആകാൻ വേണ്ടി നമ്മളൊരിക്കലും മെഡിറ്റേഷൻ ചെയ്യരുത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളിൽ എന്താണ് എന്ന് സെൽഫ് അവെയർനെസ്സിന് വേണ്ടിയാണ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. സിംപ്ലി നമ്മൾ ധ്യാനം ചെയ്യുക. മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കരുത്. നമ്മുടെ ഉള്ളിൽ അറിയാൻ വേണ്ടി നമ്മൾ സിംപ്ലി ഒരു സാധു മനുഷ്യനെ പോലെ ഇരുന്ന് നമ്മൾ ധ്യാനിക്കുക. അതാണ് നമ്മൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പല നോയ്സുകൾ വരും. അതായത് ചിന്തകൾ, മാനുഷികമായ ചിന്തകൾ വരും. അപ്പോൾ നമ്മുടെ മൈൻഡ് നോയ്സി ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഡിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഏത് കൊച്ചുകുട്ടി നടക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യം വീഴുന്ന പോലെ, അപ്പോൾ ഏതൊരു പണിയും ചെയ്യുമ്പോൾ നമ്മളൊരു മുറി ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ പൊടി ആദ്യം പൊങ്ങി വരുമല്ലോ, അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ മെഡിറ്റേഷൻ നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മൾ വലിയൊരു നിലവാരത്തിലേക്ക് എത്തുമ്പോൾ, മെഡിറ്റേഷൻ്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ മൈൻഡ് നോയ്സ്, ചിന്തകളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ മൈൻഡ് നോയ്സി ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ, അതായത് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വരുന്ന പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മെഡിറ്റേഷൻ ഒരിക്കലും ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട്, ഒരു നേട്ടമായിട്ട് എടുക്കാതിരിക്കുക. അതായത് ഞാൻ 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു വലിയ അഡ്വാൻസ്ഡ് ലെവലിലായി, അങ്ങനെ നമ്മൾ ചിന്തിക്കാതിരിക്കുക. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റിങ് ഗോയാണ്. അതായത് ഡിറ്റാച്ച്മെൻ്റാണ്. നമ്മുടെ മാനുഷികമായ നിലവാരത്തിൽ നിന്ന് നമ്മൾ അതിനേക്കാൾ ഉയർന്ന ഒരു ദൈവികമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക്, അതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരിക്കലും മാനുഷികമായ ചിന്തകൾ, ഞാൻ 1 മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്തു, ഞാൻ വലിയ ആളായി, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. സോ നമുക്ക് എല്ലാം നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ വലിയ ആളുകളൊക്കെ മെഡിറ്റേഷൻ ചെയ്ത് അവരുടെ പവർ കിട്ടുന്ന കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു ചിന്ത, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വലിയൊരു പവർ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ഒരു അച്ചീവ്മെൻ്റായിട്ട് ഒരു ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുക. അത് ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി നമ്മളിലേക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഓറ വരുന്നതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നത് കരുതുന്നതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമസ്തേ.